ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഈ ഒരു സീസണിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫുട്ബോളിനെ കുറിച്ചായിരിക്കും ചർച്ച. സ്ക്രീനുകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ മൊബൈലിന് മുന്നിൽ കാൽപന്ത് കളിയുടെ പിറകെയാണ് ലോകമെമ്പാടും. ലോകകപ്പിൻ്റെ ഈ ഒരു ആവേശങ്ങൾക്കിടയിലും നിങ്ങൾക്ക് പണി കിട്ടിയേക്കാം. നമ്മുടെ ഇഷ്ട ടീമുകളുടെ കളി കാണാൻ വേണ്ടിയിട്ട് ലിങ്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന ആപ്ലിക്കേഷനുകളും തിരിയുന്നവർ ഈ കാര്യമൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. വേൾഡ് കപ്പ് ആരംഭിച്ചതോടുകൂടി വ്യാജ ആപ്ലിക്കേഷനുകളുടെ ഒരു കൂട്ടം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിൽ വേൾഡ് കപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് ZEE5 എൻ്റർടൈൻമെൻ്റ് ആണ്. എന്നാൽ നമ്മൾ നോക്കുന്നത് അതൊന്നുമല്ല, സൗജന്യമായിട്ട് എങ്ങനെ വേൾഡ് കപ്പ് കാണാമെന്നാണ്. ഇങ്ങനെ സൗജന്യമായി വേൾഡ് കപ്പ് കാണാൻ ശ്രമിക്കുന്നവർക്ക് പണി കിട്ടിയേക്കാം. കളികൾ ലൈവായി സംരക്ഷണം ചെയ്യാനുള്ള ഔദ്യോഗികമായി സംരക്ഷണം ചെയ്യുന്ന ആപ്പുകളുടെയും വെബ്സൈറ്റുകളുടെയും സാമ്യമുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസുകളും വെബ്സൈറ്റുകളും നിലവിൽ ലഭ്യമായിട്ടുണ്ട്. സ്വന്തം ടീമിൻ്റെ മത്സരം കാണാനുള്ള തിരക്കിൽ ചിലപ്പോൾ ചിലരെങ്കിലും ഇത് ഇൻസ്റ്റാൾ ചെയ്തേക്കും. അതിനായി നമ്മൾ സബ്സ്ക്രിപ്ഷൻ ആക്ടിവേഷൻ, ഇൻസ്റ്റാൾ, അൺനോൺ ആപ്സ്, പല പെർമിഷനുകളും നമ്മൾ കൊടുത്തെന്ന് വന്നേക്കാം. ഇതോടെ നമ്മുടെ ഫോണിൻ്റെ പൂർണ്ണ നിയന്ത്രണം അവർ ഏറ്റെടുത്തേക്കാം. ബാങ്ക് ആപ്ലിക്കേഷൻ്റെയും ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള ആപ്ലിക്കേഷനുകളുടെയും വിവരങ്ങൾ അവർക്ക് വളരെ സിമ്പിളായി ചോർത്താൻ കഴിയും. പണം നഷ്ടപ്പെട്ട വാർത്തകൾ വരെ നിലവിൽ വന്നു കഴിഞ്ഞു. നിലവിൽ മുന്നറിയിപ്പ് തന്നെയുണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ലിങ്കുകളിലൂടെ കയറി ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല എന്ന്. അതിനായി നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ പോലെയുള്ള ഔദ്യോഗികമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ തന്നെ വരുന്നുണ്ട്. ഇതുപോലെയുള്ള ആപ്ലിക്കേഷനുകളിൽ നിന്ന് മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അംഗീകൃതമായിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ മാത്രം ഉപയോഗിക്കണമെന്ന് മുന്നറിയിപ്പ് തന്നെയുണ്ട്. എന്തായാലും ഫുട്ബോൾ ആരവങ്ങളുടെ ഈ ഒരു തിരക്കിൽ നമുക്ക് കേസും പണവും നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് വരാതിരിക്കട്ടെ. വ്യാജ ആപ്ലിക്കേഷൻസുകളും ലിങ്കുകളും തിരിയുന്നവർ ഈ ഒരു കാര്യം ശ്രദ്ധയിൽ വെക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുവരേക്കും എല്ലാവർക്കും ബൈ.